BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആഗോള സംഗമത്തിലെ ചിലവ് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡ്. മന്ത്രി VN വാസവൻ. ആഗോള സംഗമത്തിലെ ചിലവ് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി VN വാസവൻ. മുൻ പ്രസിഡന്റിനോടോ ഇപ്പോഴത്തെ പ്രസിഡന്റിനോടോ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്ത കണക്കാണിതെന്നും അതിൽ സർക്കാരിന് ഇടപെടുവാനാകില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ ഇടപെടുവാൻ സർക്കാരിന് കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാക്കളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആയുധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിന്റെ ആഘാതം കുറയ്ക്കുവാൻ സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ പുറത്തുവന്നിരിക്കുന്നത്. കിടക്ക മുതൽ ഭജന വരെ എല്ലാത്തിലും തട്ടിപ്പും ക്രമക്കേടുമാണെന്ന വിവരം പുറത്തായതോടെ സർക്കാരിന് ഉത്തരമുട്ടിയിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭജൻ നടത്തിയിട്ടില്ല. തൃശൂരിൽ മറ്റൊരു പരിപാടി നടത്തുകയായിരുന്നു നന്ദഗോവിന്ദം ഭജൻസ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭജൻ നടത്തിയിട്ടില്ലെന്ന് നന്ദഗോവിന്ദം ഭജൻസ്. അന്നേ ദിവസം തൃശൂരിൽ മറ്റൊരു പരിപാടി നടത്തുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വിളിച്ചിരുന്നു. എന്നാൽ അന്നേ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതിനാൽ പോയില്ല എന്നുമാണ് വിശദീകരണം. നടക്കാത്ത ഭജനയ്ക്ക് നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തെന്നാണ് ഒരു ബില്ലിൽ പറയുന്നത്. അന്ന് വേദിയിൽ ഭക്തിഗാന സദസ്സ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു. കൂടാതെ വിജയ് യേശുദാസ്, വീരമണി തുടങ്ങിയവരുടെ പാട്ട് പരിപാടിയുടെ ചിലവ് രേഖപ്പെടുത്തിയിട്ടുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള SIT വീണ്ടും ബെല്ലാരിയിൽ. ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാട് രേഖകൾ ശേഖരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT വീണ്ടും ബെല്ലാരിയിൽ. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാട് രേഖകൾ ശേഖരിച്ചു. 5-അംഗ സംഘമാണ് ബെല്ലാരിയിലെത്തിയത്. അതേസമയം കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും FIR റദ്ദാക്കണം എന്നുമായിരുന്നു പങ്കജ് ഭണ്ഡാരിയുടെ ആവശ്യം. 3 ആഴ്ചയോളം നടന്ന വാദത്തിനൊടുവിലാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അയ്യപ്പ സംഗമം ചിലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുവാൻ ശ്രമിക്കുന്നു. ഇതുവരെ ചിലവഴിച്ചത് 3 കോടി മാത്രം. PS പ്രശാന്ത്. അയ്യപ്പ സംഗമത്തിന്റെ സംഘാടന ചിലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുവാൻ ശ്രമിക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. അയ്യപ്പ സംഗമത്തിന്റെ സംഘടനത്തിനായി ഇതുവരെ ചിലവഴിച്ചത് വെറും 3 കോടി മാത്രമാണെന്നും ഈ 3 കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതികരണം. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്നും 3 കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചിലവഴിച്ചിട്ടില്ല. ആകെ ചിലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ 4/11/2025 കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക 4.5 കോടിയും GSTയും എന്നാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിൽ നൽകിയെന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. PS പ്രശാന്ത് വ്യക്തമാക്കി. സ്നേഹത്തള്ളാണെങ്കിലും സ്നേഹത്തല്ലാണെങ്കിലും ദോഷം തന്നെ. ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കുവാൻ സഹായകരമല്ല. K മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയാത്രയിലെ പിടിവലിയിൽ കോഴിക്കോട് DCC അധ്യക്ഷൻ നടത്തിയ സ്നേഹത്തള്ളൽ വിശദീകരണത്തിനെതിരെ K മുരളീധരൻ. സ്നേഹത്തള്ളലായാലും സ്നേഹത്തല്ലായാലും തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. ചാനലിൽ മുഖം കാണിക്കുവാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമെന്നും K മുരളീധരൻ തുറന്നടിച്ചു. സ്നേഹത്തള്ളാണെങ്കിലും സ്നേഹത്തല്ലാണെങ്കിലും ദോഷം തന്നെയാണ്. സ്നേഹത്തള്ളലും മോശമാണ്, സ്നേഹത്തല്ലലും മോശമാണ്. അത് സ്നേഹത്തിന്റെ ഭാഷയിലാണെങ്കിലും രൌദ്രത്തിന്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കുവാൻ സഹായകരമല്ല. ആ നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും, മുരളീധരൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാഠപുസ്തകം നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി V ശിവൻകുട്ടി. പാഠപുസ്തക വിതരണത്തെ വിമർശിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പാഠപുസ്തകം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെയുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നത് തുഗ്ലക് പരിഷ്കാരമാണോ എന്നും V ശിവൻകുട്ടി ചോദിച്ചു.
പരീക്ഷയ്ക്ക് മുൻപ് പുസ്തകം കിട്ടാത്തതിനാൽ പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. 2016 മുൻപുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്തൊരു മഹാൻ ഇന്ന് വിമർശിക്കുകയാണ്. സർക്കാർ വിദ്യാലയങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ തുഗ്ലക് പരിഷ്കാരം എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു. പാഠപുസ്തകം നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണോ? ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോമും എത്തിക്കുന്നത് ഭരണപരമായ മികവാണ്, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കോപ്പ ഡെൽ റേ സെമി ആദ്യ പാദത്തിൽ ബാഴ്സയ്ക്ക് 4 ഗോൾ പതനം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സമനിലയിൽ കുരുങ്ങി ആഴ്സണൽ. കോപ്പ ഡെൽ റേ കപ്പിന്റെ സെമി ഫൈനൽ ആദ്യ പാദത്തിൽ ബാഴ്സലോണയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകളും ബാഴ്സയ്ക്ക് വഴങ്ങേണ്ടി വന്നു. 6-ാം മിനിറ്റിൽ എറിക് ഗാർസിയയുടെ സെൽഫ് ഗോളിലൂടെ അത്ലറ്റിക്കോ മുന്നിലെത്തി. അർജന്റീനിയൻ താരം മൊളീനയുടെ പാസിൽ നിന്നും ഫ്രഞ്ച് താരം ആന്റോണിയോ ഗ്രീസ്മാൻ 14-ാം മിനിറ്റിലും മറ്റൊരു അർജന്റീനിയൻ താരമായ അൽവാരസിന്റെ അസിസ്റ്റിൽ നൈജീരിയൻ താരം ലുക്മാൻ 33-ാം മിനിറ്റിലും ലുക്മാന്റെ പാസിൽ അൽവാരസ് ആദ്യ പകുതിയിലെ ഇഞ്ചുറി ടൈമിലും ഗോളുകൾ നേടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ആഴ്സണലിന് സമനില കുരുക്ക്. ബ്രാൻഫോർഡ് എഫ്സിയുമായിട്ടാണ് ഓരോ ഗോൾ വീതം അടിച്ച് ഗണ്ണേഴ്സ് സമനിലയിൽ പിരിയേണ്ടി വന്നത്. 61-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് താരം മഡുക്കയിലൂടെ ആഴ്സണൽ തന്നെയാണ് മുന്നിലെത്തിയത്. എന്നാൽ വെറും 10 നിമിഷങ്ങളുടെ ഇടവേളയിൽ 71-ാം മിനിറ്റിൽ ബ്രാൻഫോർഡ് എഫ്സി ഗോൾ അടിച്ചു. ബ്രാൻഫോർഡ് എഫ്സി ഗോൾ തിരിച്ചടിച്ചു. ഇംഗ്ലീഷ് താരമായ കെയ്ൻ ലെവിസ് പോർട്ടറിലൂടെയാണ് ബ്രാൻഫോർഡ് സമനില പിടിച്ചത്. ആവേശമൂറ്റി നിന്ന മത്സരത്തിൽ ബ്രാൻഫോർഡിന് മുന്നിലെത്തുവാനുള്ള സുവർണാവസരം ലഭിച്ചെങ്കിലും പാഴായി. 26 മത്സരങ്ങളിൽ നിന്നും 57 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് തുടരുകയാണ് ആഴ്സണൽ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.